സിറ്റിയുടെ റഷോ വാഹനങ്ങളുടെ ഹോണോ ഇല്ലാത്ത രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് വളരെ സമാധാനത്തോടെ ഒഴുകുന്ന അകലാപ്പുഴ. കരക്കടുപ്പിച്ച ഹൗസ് ബോട്ടുകളും കുട്ടനാടിനെ ഓർമ്മിപ്പിക്കും വിധം പുഴയിലേക്ക് തിങ്ങി നിൽക്കുന്ന തെങ്ങുകളും. പക്ഷേ ഇത് ആലപ്പുഴ എന്നല്ല കേട്ടോ, കോഴിക്കോടിൻ്റെ കയാക്ക് ഗ്രാമം. ഇൻസ്റ്റാ 360 ചാർജ് ഉണ്ട്. മൈക്ക്, ഡ്രോണ്, ബാറ്ററി ഫുള്ളാണെന്ന് തോന്നുന്നു. പർപ്പിൾ ലെവൽസ് ഉണ്ട്. ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട്, ഇല്ലെങ്കിൽ അവിടെ പോയിട്ടായിരിക്കും മിസ്സായത് അറിയുന്നത്. ഡ്രോണിൻ്റെ റിമോട്ട് ഇവിടെ വെച്ചിട്ടുള്ള RC. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എടുക്കാൻ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ നേരെ കാലിക്കറ്റ് പോകണം. അവിടെ മുനീർക്കുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. മിക്കവാറും ആൾക്കൊന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവിടെ നിന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ചായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ലൊക്കേഷൻ നല്ല അടിപൊളിയാണ് എന്ന് കേട്ടു. ലൈക്ക് പോയിട്ടില്ല, ഫസ്റ്റ് ടൈം പോകുന്നത്. എനിവേ പോയി. നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ ക്യാമറ വാങ്ങുന്നത് വരെ ഈ ഒരു ഡ്രൈവിങ്ങിനകത്തുള്ള വിഷ്വൽസ് ഉണ്ടാവില്ല. അപ്പം ആക്ഷൻ ക്യാമറ വാങ്ങണം. നമ്മുടെ അടുത്തുള്ള ഗാഡ്ജറ്റ്സിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കാണ്ട് നമുക്ക് പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങുന്നതിൽ അർത്ഥമല്ല എന്ന് പണ്ട് എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ വാങ്ങും കേട്ടോ. ഈ ഡയലോഗൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വാങ്ങിക്കും. എനിവേ പോയി കാണാം. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ഡിലേ ആയി. മീഡിയ മാസ്റ്ററിൽ ഒന്ന് ജസ്റ്റ് കയറി അവിടുത്തെ സ്ഥലങ്ങളൊന്ന് കണ്ടു. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ദ. ബിക്കോസ് അത്ര ആംബിയൻസ് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് അവിടെ ക്യാമറ കയ്യിലേക്ക് തരും. എല്ലാ ബ്രാൻഡിൻ്റെയും ക്യാമറ ഉണ്ട് അവിടെ. മോസ്റ്റ്ലി ഇവർക്ക് നിക്കോണ്, അതേപോലെ ഫുജി പോലുള്ള ക്യാമറകൾക്ക് ഇവർക്ക് സപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇപ്പോൾ ഇങ്ങോട്ട് എത്തി ഡ്രോൺ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കി. എന്താ അവസ്ഥ അറിയാം. കാരണം ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് അവിടെ, നേരത്തെ കണ്ടതുപോലെ. ലൈറ്റ് അപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കായലിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഏരിയാസിനുണ്ടാകുന്ന ഭംഗിയില്ലേ, അത് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഉട്ടോപ്യ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലായിരുന്നു. ആ പ്ലോട്ടിലുള്ള അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെയും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ടീമായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും കായലിലേക്കുള്ള കാഴ്ചകൾ കണ്ട് വെറുതെ കാറ്റ് കൊള്ളാനൊക്കെ വരുന്നൊരു നല്ലൊരു ഏരിയ ആണിത്. കുറച്ച് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. ഇനിയിപ്പോൾ സമയമില്ല, രാവിലെ നേരത്തെ എണീക്കണം. കുറച്ച് കയാക്കിങ്ങിൻ്റെയും സൺറൈസിങ്ങിൻ്റെയും ഒക്കെ ഒരു വിഷ്വൽസ് കാണാൻ പറ്റും. സോ നാളെ കാണാം. ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് നേരത്തെ എണീക്കാൻ പറ്റി. അപ്പോൾ തന്നെ എണീറ്റ് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പീസ്ഫുള്ളായിട്ടാണ് ഞാൻ ഇന്നലെ ഇറങ്ങിയത്. എൻ്റെ ബാക്ക് കാണുന്ന ഏരിയ എനിക്ക് വിസിബിളാണെന്ന് എനിക്കറിയില്ല. അടിപൊളി ഏരിയയാണ്. ഇന്നലെ രാത്രി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബോട്ട് നിറക്കാൻ പറ്റുമോ, നമുക്ക് സ്പീഡ് ബോട്ട് ഉണ്ട് അവിടെ. അപ്പോൾ ആൾ പറഞ്ഞു രാത്രി കാലങ്ങളിൽ മീൻ പിടിക്കാനുള്ള വലയായിരിക്കും. സോ ഒരു കുളക്കോഴിനാണോ. ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റാണ്. എക്സാക്റ്റ് ഡയറക്ഷൻസ് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ഇത് കയാക്ക് ഗ്രാം. ഇവിടെ മറ്റുള്ള റിസോർട്ടിനെ പോലെ അല്ല. ഇവിടെ മോസ്റ്റ്ലി ഇവർ ഫോക്കസ് ചെയ്യുന്നത് കയാക്കിങ്ങിലാണ്. പക്ഷേ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. ഈ കാണുന്ന വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കയാക്കിങ് ചെയ്തിട്ട് അപ്പുറത്തൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചായക്കടയുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫുഡും കഴിക്കാം കേട്ടോ.